ഇതിനു മുന്നേ സാറ്റ്കോ എന്നൊരു ബ്രാൻഡിന്റെ ഒരു പ്രൊജക്ടർ വാങ്ങിയതിന്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷനും നമ്മൾ ഓണാക്കി ലൈവായി കാണിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ കുറെ കമന്റ്സും കുറെ ക്വസ്റ്റ്യൻസും കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിന്റെ കണക്ടിവിറ്റി എങ്ങനെയുണ്ട്, വൈഫൈ ആയിട്ട് എങ്ങനെ കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ സ്ക്രീൻ മിററിംഗ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ എങ്ങനെയാണ് മിറർ ചെയ്യുന്നത്, യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ പലതരം കമന്റ്സും ഡൗട്ടുകളും അതിലുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിന്റെ അടുത്തായി. ദീപാവലിയുടെ മുന്നെയാണ് അതിനൊരു ഓഫർ ഉണ്ടായിരുന്നു. ബിഗ് ബില്യൺ സെയിൽസിലാണ് അത് വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. ഏകദേശം 6900 ആയിരുന്നു അതിന്റെ MRP. 1000 രൂപയുടെ അടുത്ത് എനിക്കൊരു കാർഡിന്റെ ഡിസ്കൗണ്ട് അടക്കം ഒരു 5900 6000 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. വാങ്ങി അന്നോട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ 720p ആണ് ഇതിന്റെ നേറ്റീവ് ഫയൽ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് വളരെ ബ്ലർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും. നമുക്കിപ്പോ ഈ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുവിധം നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ല എന്താ പറയാ ലാഗോ ഹാങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അതിനകത്തില്ല. ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്. സ്പീക്കർ നമ്മൾ എന്തായാലും ഒരു ബ്ലൂടൂത്ത് കണക്ടറായിട്ട്, ബ്ലൂടൂത്തിന്റെ ഒരു സ്പീക്കറായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയിട്ട് കണക്ട് ചെയ്ത മൂവി കാണാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഇപ്പൊ നമുക്ക് വല്ല ഗെയിം കളിക്കാനൊക്കെ പറ്റുന്നാണ് പറഞ്ഞത്. ഗെയിം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് യൂട്യൂബ് വീഡിയോസും മൂവിയൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു TV കൊണ്ട് കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളൊരു അത് വെക്കുന്നതിനോ അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പ്രൊജക്ടർ എന്റെ ബെഡിന്റെ സൈഡിൽ വെച്ചിട്ട് നേരെ കാണുന്ന വാളിലേക്കാണ്, ചുമരിലേക്കാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആമസോൺ പ്രൈമിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഹോം സ്ക്രീൻ. ഇപ്പൊ നമുക്ക് ആ ഇഷ്ടമുള്ള ആപ്പുകളൊക്കെ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ കൊടുന്ന് വെക്കാം. ഞാൻ നെറ്റ്ഫ്ലിക്സ് വെച്ചിട്ടുണ്ട്, യൂട്യൂബ് ഓൾറെഡി പ്ലേ ചെയ്തു, അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഉണ്ട്. ഇപ്പൊ നമ്മള് സ്ക്രീൻ മിററിങ്ങിന്റെ ഒരു ഓപ്ഷൻ കാണിക്കാൻ പറഞ്ഞിരുന്നു. ഒന്നുമില്ല, ഈ ഒരു ആപ്പ് ഉണ്ട്. ആ സ്ക്രീൻ ഷെയറിങ്ങിന്റെ ആപ്പിൽ പോവാ. നമ്മുടെ ഫോണില് സ്ക്രീൻ കാസ്റ്റ് അല്ലെങ്കിൽ സ്മാർട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഇപ്പോൾ സാംസങ്ങിലും വിവോയിലൊക്കെ മാറിയിട്ടാണ് വരുന്നത്. ആ ഓപ്ഷനിൽ പോയി ഓക്കെ കൊടുത്താൽ നമ്മുടെ പ്രൊജക്ടറിന്റെ താഴെ റൈറ്റ് കോർണറിൽ നമുക്ക് ആ നെയിം കാണാൻ പറ്റും. അത് ഓക്കെ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിന്റെ സ്ക്രീനും പ്രൊജക്ടറിന്റെ സ്ക്രീനും മിററും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഫോണിനകത്ത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് പെൻ ഡ്രൈവിലേക്കൊക്കെ ആക്കാതെ തന്നെ ഫോണിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കപ്പോൾ തന്നെ ലൈവായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ വാട്സപ്പ് അതുപോലുള്ള വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ കാണണമെങ്കിൽ നമുക്ക് എല്ലാ ആപ്പും, അതായത് നമ്മുടെ ഫോണിൽ എന്താണ് ചെയ്യുന്നത് അതവിടെ മിററായി കാണാൻ സാധിക്കും. ഇതും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനകത്തും വലിയ ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബ് നമ്മളിപ്പോ ഇതിനകത്ത് യൂട്യൂബ് നമ്മൾ റിമോട്ട് വെച്ച് കണക്ട് ചെയ്ത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നമ്മളെ യൂട്യൂബ് തുറക്കുക, ഏതാണ് വീഡിയോ വേണ്ടത് പ്ലേ ചെയ്യുക, അത് സ്ക്രീൻ നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡിലിട്ട് സെയിം ആയിട്ട് പ്ലേ ചെയ്ത് തുടങ്ങും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം. പ്രത്യേകിച്ച് നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന റൂമുകളിലൊക്കെ ഇങ്ങനെ ഒരു TV ഒക്കെ വാങ്ങി നമ്മളിങ്ങനെ അക്കോമഡേഷൻ ഷിഫ്റ്റ് ആവും, അല്ലെങ്കിൽ അധികം നാളുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് വെച്ചെങ്കിൽ ഇത് വാങ്ങാണ്ട് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമസോൺ പ്രൈമിന്റെ ഒരു ഡെമോ ആണ്. അതും ചോദിച്ചിട്ടായിരുന്നു ആൾക്കാർ ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ആമസോൺ പ്രൈമിലും ഇപ്പൊ കാണുന്ന പോലെ എല്ലാ പടങ്ങളും പാട്ടുകളായാലും എല്ലാ ഡോക്യുമെന്ററി സീരീസ് എല്ലാം നമുക്ക് പ്ലേ ചെയ്യാം. നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും TV പോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കണ്ട അത് അവിടെ ലൈവായിട്ട് നിൽക്കും, അത് അവിടെ നിന്ന് പ്ലേ ആവും. അങ്ങനെയൊക്കെ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെയ്ക്കും. കണക്ടിവിറ്റി ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണത്, സാറ്റ്കോ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരുടെ വെബ്സൈറ്റും അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വരുന്ന വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല, റീപ്ലേസ്മെന്റ് പോളിസിയാണ്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് 7 days നമ്മൾ യൂസ് ചെയ്ത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അതിന്റെ വീഡിയോസ് ഒക്കെ ലിങ്ക് ഉണ്ട് അതിനകത്ത് ചോദിക്കും. അത് ചോദിച്ചിട്ട് നമുക്കത് അവർക്ക് അയച്ചു കൊടുത്താൽ
അവരത് റിട്ടേൺ ചെയ്യും. അവരതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പെൻഡ്രൈവ്, HDMI പോർട്ട്, ഈ 2 ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. അപ്പൊ പെൻഡ്രൈവ് ഞാൻ കണക്ട് ചെയ്തു. പക്ഷെ പെൻഡ്രൈവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ 1080p ആയത് നമ്മുടെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള 1.5 GB 2 GB ഒക്കെ ഉള്ള ഫയൽസ് ആണെങ്കിൽ ഇതിനകത്ത് വോയിസ് എടുക്കുന്നില്ല. അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫയല് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ല. കാണുന്നതിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഏറ്റവും ബെറ്റർ ആയിട്ട് കാണുന്നത് OTTയും യൂട്യൂബാണ്. പെൻഡ്രൈവിന് അത്രയും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതത്ര സൗണ്ടും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ബ്ലോക്ക് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് OTT ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് പ്രീമിയം നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട് വെച്ചെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇതിന്റെ ഫർദർ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം വെച്ചെങ്കിൽ വീണ്ടും ഞാനത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ്. കാരണം നിങ്ങൾ കുറെ ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക്സ്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.